ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ ആശായിലെ ദിവസങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണല്ലോ. സ്വർഗത്തിലെ പിതാവും തൻ്റെ ഏകജാതനായ പുത്രനും വിലപ്പെട്ടത് എന്ത് വേണ്ടെന്ന് മാറ്റിവെച്ചു അതിനെയൊക്കെ സ്മരിക്കുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വേദനകൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുമിശിഹ മാനവരാശിയുടെ പാപങ്ങൾ പോക്കുവാനായിട്ട് കാൽവറിയിൽ യാഗമായി തീർന്നത്. ഈ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? വെള്ളി എന്ന അക്ഷരത്തിന്റെ മുൻപിൽ ദുഃഖം എന്ന 2 അക്ഷരം ചേർത്ത് വെച്ചതുകൊണ്ട് അത് ദുഃഖവെള്ളി എന്ന ദിനമായി മാറുന്നില്ല. സത്യത്തിൽ നാം തന്നെ ആലോചിക്കണം, ദുഃഖവെള്ളി എന്ന ദിനത്തിൽ ആർക്കാണ് ഇത്ര ദുഃഖം? ഇന്ന് നാം ഉൾപ്പെടെ പലരും ദുഃഖത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ദേവാലയത്തിൽ വരുന്നത്. സ്നേഹം പറ്റിയ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ ഓർത്ത് കണ്ണുനീർ ഒഴുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഒന്ന് കണ്ടിട്ട് പോലുമില്ലാത്ത ക്രിസ്തു എന്ന 33 വയസ്സുകാരന് വേണ്ടി 2000 വർഷങ്ങൾക്ക് ശേഷവും ആർക്കാണ് ജീവിതത്തിൽ ഇത്ര ദുഃഖം? അങ്ങനെ ദുഃഖിക്കണമെങ്കിൽ അനാഥമായി നാം അവനെ സ്നേഹിക്കേണ്ടിയിരിക്കും. അവൻ സഹിച്ച നൊമ്പരകളും വേദനകളും നെടുവീർപ്പുകളും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കൂടി കൊണ്ടുവരുവാനായിട്ട് സാധ്യമാണ്. കുരിശിന്റെ വഴിയിലൂടെ നമ്മുടെ കർത്താവ് ആ സഹനത്തിന്റെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ യെരൂശലേമിലെ പെൺകുട്ടികൾ അവനെ നോക്കി കരഞ്ഞ് വിലാപം അറിയിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുകയും കലങ്ങേണ്ടതും കരയേണ്ടതും തന്നെ ഓർത്തല്ല എന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ അതിമനോഹരമായൊരു മറുപടിയാണ്. നാം ഒന്ന് ആലോചിക്കുമ്പോൾ കൂടെ പാർക്കുന്നവരുടെ കിനാവുകൾ തകർന്നൊലിച്ച് പോയിട്ടും അപ്പന്റെ കഷായക്കുപ്പി തീർന്നിട്ടും അമ്മയുടെ അടുക്കളയ്ക്ക് ആനയുടെ അത്ര ഭാരമുണ്ടായിട്ടും ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ഒക്കെ കമ്പിളി പുതച്ച് മനുഷ്യൻ കിടക്കുന്നത് കണ്ടിട്ടും എന്റെ കണ്ണിൽ ദുഃഖത്തിന്റെ കണ്ണുനീർ ഒഴുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, കഴുമരത്തിലേക്ക് യാത്രയാകുന്ന ക്രിസ്തുവിനെ നോക്കി വേദന കൊണ്ട് കണ്ണുനീർ ഒഴുക്കുവാൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യം? നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സഹജീവികളുടെ വേദന കാണുവാൻ നമുക്ക് കഴിയണം. അടുത്തു നിൽക്കുന്ന സഹോദരന്റെ വേദന തിരിച്ചറിയാത്തവൻ എങ്ങനെയാണ് അദർശനായ ദൈവപുത്രന്റെ വേദന തിരിച്ചറിയുന്നത്? ക്രിസ്തു ആഗ്രഹിക്കുന്നത് വേദനപ്പെടുന്നവന് ഒരാശ്വാസമാകുവാൻ വേണ്ടിയാണ്. ക്രിസ്തുവിനെ അഗാധമായി സ്നേഹിക്കണമെങ്കിൽ അടുത്തു നിൽക്കുന്നവന്റെ വേദനകൾ തിരിച്ചറിയണം. കൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ആശായുടെ ദിവസങ്ങളിലൂടെ നമ്മൾ അവന്റെ വേദനയിൽ പങ്കുകാരാകും. നമുക്ക് നമ്മളുടെയും സഹജീവികളുടെയും വേദനകളിൽ പങ്കുകാരാകും. അവനെ ചൊല്ലി ഒരിറ്റ് കണ്ണീര് ഒഴുക്കുന്നുവെങ്കിൽ നമ്മളുടെയും സഹജീവികളുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് കണ്ണുനീര് ഒഴുക്കും. അവനെ അനാഥമായി സ്നേഹിക്കണമെങ്കിൽ കൂടെയുള്ളവരെയും അനാഥമായി സ്നേഹിക്കേണ്ടി. അങ്ങനെ സ്നേഹിച്ച്, അങ്ങനെ കണ്ണുനീർ ഒഴുക്കി, അങ്ങനെ വേദനയിൽ സമരസപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.